നമസ്കാരം. തിരുവനന്തപുരത്ത് ഒരു യുവ വനിതാ ഡോക്ടർ ആത്മഹത്യ ചെയ്തു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തുവന്നു. പ്രതിശ്രുത വരന്റെ വീട്ടുകാർ കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടതാണ് ജീവൻ ഒടുക്കാൻ കാരണമായതെന്ന് കുടുംബം ആരോപിക്കുന്നു. സ്നേഹത്തിന് വിലയില്ലെന്നും പണമാണ് വലുതെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആത്മഹത്യകൾ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നമ്മളൊക്കെ ആവർത്തിച്ചു പറയുമ്പോഴും വീണ്ടും വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. അത് എന്തുകൊണ്ടെന്ന ഒരു ചോദ്യവും ഉയരുന്നുണ്ട്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം കടുപ്പിക്കുകയാണ് ഗവർണർ. മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയും നിയമോപദേഷ്ടാവും പലതവണ രാജ്ഭവനിൽ എത്തിയെന്നും AGയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പുനർനിയമനം അംഗീകരിച്ചതെന്നും ഗവർണർ പറയുന്നു. മുഖ്യമന്ത്രി മാധ്യമങ്ങളിലൂടെയല്ല നേരിട്ടാണ് തന്നോട് സംസാരിക്കേണ്ടതെന്നും ഇന്ന് ഗവർണർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. നിയമന തട്ടിപ്പിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിലായി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ആരോഗ്യവകുപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയ കേസിൽ പത്തനംതിട്ട സ്വദേശി അരവിന്ദ് വെട്ടിക്കൽ അറസ്റ്റിലാവുകയും ചെയ്തു. മിഗ്ജാം ചുഴലിക്കാറ്റ് ദുർബലമായി എങ്കിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും ദുരിതം പെയ്തു തോർന്നില്ല. ആന്ധ്രയിൽ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ചത് 9,000-ഓളം പേരെയാണ്. തമിഴ്നാട്ടിൽ മരിച്ചവരുടെ എണ്ണം 13ആയി. ചെന്നൈ നഗരത്തിലെ വെള്ളക്കെട്ടിന് ശമനമായിട്ടുമില്ല. തീരുന്നില്ല. ഇന്നെത്തിയ മറ്റു പ്രധാന വാർത്തകൾ ഏറെയുണ്ട്. ഇന്ന് സംഭവിച്ചത് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പോകുന്നത് തിരുവനന്തപുരത്തെ യുവ ഡോക്ടറുടെ ആത്മഹത്യാ കുറിപ്പിനെ കുറിച്ചാണ്. പണമാണ് വലുത്, സ്നേഹമല്ല എന്ന് ഈ ഡോക്ടർ പറയുന്നു. പണമാണോ വലുത് എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറുടെ ആത്മഹത്യ പ്രതിശ്രുതവരന്റെ കുടുംബം കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടതുകൊണ്ടാണെന്ന് പെൺകുട്ടിയുടെ കുടുംബം പറയുന്നു. ഡോക്ടറുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. സ്നേഹബന്ധത്തിന് വിലയില്ലെന്നും എല്ലാം പണത്തിനു വേണ്ടിയാണെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് വിശദമായ അന്വേഷണം നടത്തും. വാപ്പ പോയി, എനിക്ക് ആശ്രയമില്ലാതായി. സ്നേഹബന്ധത്തിന് ഈ ഭൂമിയിൽ വിലയില്ല, എല്ലാം പണത്തിനു വേണ്ടി മാത്രം. ഷഹനയുടെ മുറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിലെ വരികളാണിത്. 1-ാം വർഷ PG ഡോക്ടറായ വെഞ്ഞാറമ്മൂട് മൈത്രിനഗർ നാസ മൻസിലിൽ ഷഹന AJയാണ് മെഡിക്കൽ കോളേജിന് സമീപത്തെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനസ്തേഷ്യ മരുന്ന് വീര്യം കൂടിയ അളവിൽ ഞരമ്പിലൂടെ കുത്തിവെച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിവരം. മുറിക്കുള്ളിൽ നിന്ന് മരുന്നുകുപ്പിയും സിറിഞ്ചും കണ്ടെത്തി. PG വിദ്യാർത്ഥിയായ സുഹൃത്തുമായി ഷഹനയുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു. പ്രതിശ്രുതവരന്റെ കുടുംബം കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടതിന്റെ മനോവിഷമത്തിലാണ് ഷഹന ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അസ്വാഭാവിക മരണത്തിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. ബന്ധുക്കളിൽ നിന്നടക്കം മൊഴിയെടുത്ത ശേഷമായിരിക്കും മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുകയെന്ന് പോലീസ് അറിയിച്ചു. 24 തിരുവനന്തപുരം. ഈ വാർത്ത പലതരത്തിലും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പുരോഗമന ചിന്താഗതിയിലും സ്ത്രീ ശാക്തീകരണത്തിലും ഏറെ മുന്നിലാണെന്ന് സംസ്ഥാനം ഊറ്റം കൊള്ളുന്നു. ഈ സംസ്ഥാനത്തിന്റെ സാമൂഹിക അവസ്ഥ, അത് എന്താണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇക്കാര്യത്തിൽ ഈ വാർത്തയിൽ പൊതുജനങ്ങളുടെ ഒരു പ്രതികരണം നമ്മൾ എടുത്തിരുന്നു. ആ പ്രതികരണങ്ങളിലേക്ക്. ഒരിക്കലും യോജിക്കുന്നില്ല. അപ്പോ ഈ സ്ത്രീധനം ആവശ്യപ്പെടുന്ന ഒരു ഈ പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണല്ലോ വേണ്ടത്. ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണ്ടതുപോലെ തന്നെ ഭർത്താവിന് ഭാര്യ, ആ ഒരു പാർട്ട്ണർഷിപ്പ്, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാ വേണ്ട. അതിന്റെ ഇടയ്ക്ക് ഒരു സ്ത്രീധനം വരിക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്തോ കൊടുത്തിട്ട് ഒരാളെ വാങ്ങുന്നതിന്റെ ഒട്ടായി പോകൂലേ. എന്താ പറയാ, പെൺകുട്ടീന്റെ വീട്ടുകാരും ചിന്തിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു ചോദിക്കുന്ന ആളാണെങ്കിൽ അന്നേരം തന്നെ നമ്മൾ അത് ബ്ലോക്ക് ചെയ്യണം. ഒരു സെർച്ച് ചെയ്യുന്നത് ഒരു പാർട്ട്ണറിനെ അല്ല ഒരു സെർച്ച് ചെയ്യുന്നത്. സ്ത്രീധനം ഞങ്ങള് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും യോജിക്കുന്നില്ല. സ്ത്രീധനം യോജിക്കുന്നില്ല. എന്താന്ന് വെച്ചാല് അത് പറഞ്ഞാൽ പഴയ കാലത്തെ ഒരു ചിന്താഗതിയാണ്. അവർക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ആ സർവൈവിങ് ചെയ്യാനുള്ളൊരു ശക്തിയും കൂടെ വിദ്യാഭ്യാസത്തിലൂടെ തന്നെ ഉണ്ടാകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ജീവിക്കണം, അത് അതിജീവിച്ച് അതിൻ്റെ ഇത് മനസ്സിലാക്കി അവർ അത് തരണം ചെയ്ത് വരണം. അതിനെതിർത്ത് സ്ത്രീധനത്തിനെതിരായിട്ട് പ്രവർത്തിക്കണം. ശരിക്കും സ്ത്രീധനം വാങ്ങുന്നത് തെറ്റാണ്. പിന്നെ അത് ഓരോരുത്തരുടെയും ഓരോ ഇഷ്ടമല്ലേ. ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ പെൺമക്കളെ കെട്ടിക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്, അല്ലെങ്കിൽ അത് വേണ്ടാന്നുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ള ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല.
അതാണ്, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഈ സ്ത്രീധനം അത് വാങ്ങരുത്, കൊടുക്കരുത് എന്നുള്ള നിയമം നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായി സമൂഹത്തിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവർ എന്ന് നമ്മൾ ഊറ്റം കൊള്ളുന്നവർ പോലും ഈ രീതിയിലൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ തളർന്നു പോകുന്ന ഒരു അവസ്ഥ വരുന്നു. അത് സമൂഹത്തിൻ്റെ ഒരു പിയർ പ്രഷർ അത് വല്ലാതെ ഉണ്ടാകുന്നു. ഈ യുവ ഡോക്ടറുടെ കാര്യം തന്നെ എടുക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ള ഒരു ചോദ്യം ഉയരുമ്പോൾ ഈ വാർത്തയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം MG പ്രതീഷ് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ വാർത്ത ആദ്യം വരുന്നു യുവ ഡോക്ടർ ആത്മഹത്യ ചെയ്തു എന്ന്. അതിനുശേഷം കുടുംബം ഇത്തരം ഒരു ആരോപണവുമായി മുന്നോട്ട് വരുന്നു. ഒപ്പം തന്നെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു പണമാണ് വലുത്, സ്നേഹമല്ലെന്ന് പറയുന്നു. അപ്പം ഇന്നിപ്പോൾ ഏറ്റവും പുതുതായിട്ട് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ നമുക്ക് ഈ വാർത്തയിൽ? കാരണം ഇത്തരത്തിലൊരു ആത്മഹത്യ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു ഡോക്ടർ സുൽഫി നൂഹുവിൻ്റെ ഒരു പോസ്റ്റ് നമ്മൾ കണ്ടത്, ഈ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഇത്തരത്തിൽ PGയിലേക്കൊക്കെ വരുന്ന കുട്ടികൾ അവർക്ക് ചെറുപ്പം മുതൽ തന്നെയുള്ള ഒരു പ്രഷറുണ്ട്, സമ്മർദ്ദമുണ്ട്, പലതരത്തിലുള്ള സാമൂഹിക വിഷയങ്ങളിൽ അവർക്കൊരു പ്രഷർ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ശമ്പളം, ആ രീതിയിൽ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ പോകുന്നത്, അങ്ങനെ പല വിഷയങ്ങളിൽ പ്രഷർ വരുന്നു. അങ്ങനെ ആത്മഹത്യകളുടെ എണ്ണം കൂടി വരുന്ന ഒരവസ്ഥ ഈ മേഖലയിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെയാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ സ്ത്രീധനം എന്നുള്ളൊരു വിഷയം. അതൊരു ചെറിയ തുകയൊന്നുമല്ല, വലിയൊരു തുക തന്നെ ഇവർ ആവശ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അസ്മിത, തീർച്ചയായും. കാരണം അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായത്. തിങ്കളാഴ്ച രാത്രിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിയെ തൊട്ടടുത്ത് തന്നെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. 1ാം വർഷ PG വിദ്യാർത്ഥിയാണ്. വെഞ്ഞാറമൂട് സ്വദേശി ഷഹന, 27 വയസ്സാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഇതിൽ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടെ ലഭിക്കുന്ന വിവരപ്രകാരം ഈ തിങ്കളാഴ്ച രാത്രി ഷഹനയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി ICUവിൽ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരിക്കെ ഷഹന എത്താത്തതിനെ തുടർന്നാണ് സുഹൃത്തുക്കൾ അന്വേഷിച്ച റൂമിലെത്തുന്നത്. ഈ സമയത്ത് റൂം ലോക്കായിരുന്നു. പിന്നീട് സംശയം തോന്നിയ സുഹൃത്തുക്കളാണ് പോലീസിന് വിവരമറിയിക്കുകയും അകത്ത് കയറുകയും ചെയ്തത്. ആ ഘട്ടത്തിലാണ് അബോധാവസ്ഥയിൽ റൂമിൽ ഷഹനയെ കണ്ടെത്തുന്നത്. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നതാണ് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് പറയുന്നത്. മാത്രമല്ല, ഈ മുറിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരുന്നു. ഈ ആത്മഹത്യാക്കുറിപ്പിലെ ചില വാചകങ്ങളാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളും കുടുംബം ചില ആരോപണങ്ങളിലേക്കും പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ ആത്മഹത്യാക്കുറിപ്പിൽ മരണത്തിലേക്ക് നയിച്ചതിൻ്റെ ഒരു കാരണമായി സ്ത്രീധനം എന്ന ചില വാചകങ്ങൾ ആത്മഹത്യാക്കുറിപ്പിൽ ഉപയോഗിക്കുന്നുണ്ട്. സ്നേഹത്തിന് വില MG പ്രതീഷാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കുടുംബം ആ രീതിയിൽ തന്നെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന്, യുവ ഡോക്ടറുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പോലീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിലും ഇങ്ങനെ തന്നെ ആ കുട്ടി പറയുന്നുണ്ട്. പണമാണ് എല്ലാത്തിനും വലുത്, സ്നേഹം അല്ല എന്നുള്ള രീതിയിൽ പറയുന്നു. അതോടൊപ്പം തന്നെ ബാപ്പയായിരുന്നു എനിക്ക് ഏറ്റവും അടുപ്പമുണ്ടായിരുന്നത്, എൻ്റെ എല്ലാം ബാപ്പയായിരുന്നു, ബാപ്പയ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് വിഷമിക്കുന്നു. അത്തരത്തിലുള്ള മനോവിഷമം എല്ലാം തന്നെ ഈ ആത്മഹത്യാക്കുറിപ്പിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതീഷ് വീണ്ടും നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതീഷ്, ഈ പോലീസിൻ്റെ ഒരു പ്രതികരണം നമ്മൾ ഏറ്റവും പുതുതായിട്ട് നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ഈ വാർത്തയിൽ ഇവരുടെ ഒരു അന്വേഷണം ഏത് രീതിയിലാണ് നടക്കുന്നത്? അസ്മിത, ഈ യുവ ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യമായി പ്രാഥമികമായും പോലീസിന് ഈ യുവ ഡോക്ടറുടെ ആത്മഹത്യാക്കുറിപ്പാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങളും ഇതിന്റെ ആധികാരികതയും പോലീസ് പരിശോധിച്ച് വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുടുംബത്തിന്റെ ചില ആരോപണങ്ങളുണ്ട്. അത് നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഈ മരിച്ച ഷഹനയുടെ തന്നെ സുഹൃത്തുമായി വിവാഹബന്ധം ആലോചിച്ചതാണ്. ഈ ഘട്ടത്തിൽ ഈ യുവാവിന്റെ കുടുംബം അധിക സ്ത്രീധനം ആവശ്യപ്പെടുകയും ഇത് ചില പ്രയാസങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, മനോവിഷമങ്ങൾ പെൺകുട്ടിക്ക് ഉണ്ടാക്കിയെന്നും കുടുംബം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കുടുംബത്തിൽ നിന്ന് മൊഴിയെടുക്കണം. അതാണ് പോലീസിന്റെ അടുത്ത നടപടി. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ എത്താൻ കുടുംബത്തിന് പോലീസ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ കുടുംബത്തിന്റെ കൂടി പ്രതികരണങ്ങൾ കേട്ട ശേഷമായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള മറ്റ് നടപടികൾ ഉണ്ടാവുക. നിലവിൽ അസ്വാഭാവിക
മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദമായ റിപ്പോർട്ടടക്കം ലഭിക്കാനുണ്ട്. പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലഭിക്കുന്നത് അനസ്തേഷ്യ മരുന്ന് അമിത അളവിൽ രക്തത്തിൽ കുത്തിവെച്ചതാണ് കാരണമെന്നതാണ്. ഇതാണ് മരണത്തിലേക്ക് നയിച്ചതിന്റെ കാരണമെന്നൊരു പ്രാഥമിക വിവരം മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, ഇത് സാധൂകരിക്കുന്ന ചില തെളിവുകളും അന്വേഷണ സംഘത്തിന് പോലീസിന് മുറിയിൽ നിന്ന് കിട്ടിയിരുന്നു. അനസ്തേഷ്യ മരുന്ന് ബോട്ടിലും ഒപ്പം സിറിഞ്ചുമടക്കം ഈ മുറിയിൽ നിന്ന് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും ഇനി നടക്കാനുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പല ആത്മഹത്യകളും സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. മാത്രമല്ല, ഇത്രയും വിദ്യാഭ്യാസമുള്ള അവർ ഇത്തരത്തിലൊരു പ്രവൃത്തിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്നതിന്റെ കാരണങ്ങൾ കൃത്യമായി കണ്ടെത്തണം. അതുപോലെ തന്നെ അതിലേക്ക് നയിക്കുന്ന കാരണങ്ങളും അല്ലെങ്കിൽ നയിക്കുന്നവരെയും കണ്ടെത്തി കൃത്യമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു നടപടി വേണമെന്നതാണ് പ്രധാനമായും ഈ വിഷയത്തിലടക്കം പല കോണുകളിൽ നിന്നും ഉയരുന്ന ആവശ്യവും. എന്തായാലും വിശദമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കും. കുടുംബത്തിന്റെ ആരോപണങ്ങളടക്കം പരിശോധിക്കുമെന്നതാണ് ഇപ്പോൾ പോലീസും അറിയിക്കുന്നത്. സ്മിത, ശരി, അന്വേഷണം കൃത്യമായി തന്നെ നടക്കട്ടെ. തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഭാഗത്ത് ഇപ്പോൾ കുടുംബം ആരോപിച്ചതുപോലെ തന്നെ അത്തരത്തിൽ സ്ത്രീധന തുക കൂടുതൽ ആവശ്യപ്പെട്ടതാണ് മരണത്തിന് കാരണമെങ്കിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകട്ടെ. പക്ഷേ ഏറ്റവും ആദ്യവും അവസാനവും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മളിനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. സിനിമാ ചർച്ചയുമായി ബന്ധപ്പെട്ട് കോളേജിൽ അതിഥിയായി വിളിച്ചതിനു ശേഷം പരിപാടി റദ്ദാക്കിയതിൽ പ്രതിഷേധം അറിയിച്ച സംവിധായകൻ ജിയോ ബേബി കോഴിക്കോട് ഫറൂഖ് കോളേജിലെ ഫിലിം ക്ലബ്ബുമായി ബന്ധപ്പെട്ട പരിപാടിയിലേക്കാണ് ജിയോ ബേബിയെ ക്ഷണിച്ചത്. മാനേജ്മെന്റ് വിശദീകരണം നൽകണമെന്നും നിയമപരമായി തന്നെ നേരിടുമെന്നും ജിയോ ബേബി വ്യക്തമാക്കി. ഫാറൂഖ് കോളേജിൽ പ്രവർത്തിച്ചു വരുന്ന ഫിലിം ക്ലബിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നാളെ 5/12/2020 എത്തിച്ചേരുന്ന ഉദ്ഘാടകന്റെ പരാമർശങ്ങൾ കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണ്. ആയതിനാൽ പ്രസ്തുത പരിപാടിയുമായി ഫാറൂഖ് കോളേജ് വിദ്യാർത്ഥി യൂണിയൻ സഹകരിക്കുന്നതല്ല. അതായത് എന്റെ ധാർമ്മിക മൂല്യങ്ങളാണ് പ്രശ്നം എന്നാണ് ഈ സ്റ്റുഡൻസ് യൂണിയൻ പറയുന്നത്. ഇനിയിപ്പം മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് ആ പരിപാടി ക്യാൻസൽ ചെയ്തതെന്നും കൂടെ എനിക്ക് അറിയേണ്ടതുണ്ട്. ഇതിനുവേണ്ടി ഏകദേശം ഒരു ദിവസത്തോളം കോഴിക്കോട് വരെ വന്ന് തിരിച്ചു പറഞ്ഞെങ്കിൽ എനിക്ക് ഒരു ദിവസം വേണം. അത്രയും യാത്ര ചെയ്തിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ അപമാനിതനായിട്ടുണ്ട്. അതിനൊക്കെ ഉത്തരം എനിക്ക് കിട്ടണം. അതേപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമപരമായ നടപടിയും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, ജിയോ ബേബി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അപമാനിതനായി എന്ന് സംവിധായകൻ പറയുന്നു. തീർച്ചയായിട്ടും ക്ഷണിച്ച് വരുത്തിയിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവരെത്തിയത്? സ്മിത, ഇന്നലെയാണ് കോഴിക്കോട് ഫറൂഖ് കോളേജിലെ ഫിലിം ക്ലബ്ബ് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി നടത്തിയത്. ഇതിന്റെ ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്നത് സംവിധായകനായ ജിയോ ബേബിയായിരുന്നു. അദ്ദേഹം അതനുസരിച്ച് ഇന്നലെ കോഴിക്കോട് എത്തുകയും ചെയ്തു. എന്നാൽ അവസാന നിമിഷമാണ് ഈ പരിപാടി ഉദ്ഘാടകനായ തന്നെ ഈ പരിപാടിയിൽ നിന്നും ഒഴിവാക്കിയതായുള്ള വിവരം ജിയോ ബേബി അറിയുന്നത്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു അധ്യാപിക തന്നെ ഫോണിൽ വിളിച്ചാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ താനല്ല എന്ന കാര്യം അറിയിച്ചതെന്നാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച ഈ വീഡിയോയിൽ പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കോളേജിന്റെ മാനേജ്മെന്റ് ഇതുവരെയും യാതൊരു വിശദീകരണവും നൽകിയിട്ടില്ല എന്നാണ് ജിയോ ബേബി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിശദീകരണം കോളേജിന്റെ ഭാഗത്തു നിന്നോ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. അതെന്താണെന്ന് അറിയാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും ജിയോ ബേബി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ഈ കോളേജ് യൂണിയനുമായി ബന്ധപ്പെട്ട ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. അതായത് കോളേജ് യൂണിയന്റെ വിശദീകരണത്തിൽ പറയുന്നത് ജിയോ ബേബിയുടെ പരാമർശങ്ങൾ ക്ലബിന്റെയും ഒപ്പം തന്നെ കോളേജിന്റെയും ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് കോളേജ് യൂണിയൻ ഈ പരിപാടിയോട് സഹകരിക്കില്ല എന്ന കാര്യം കോളേജ് യൂണിയൻ അറിയിച്ചിട്ടുണ്ട്. MSF ആണ് കോളേജ് യൂണിയൻ ഭരിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ളൊരു വിശദീകരണ കുറിപ്പ് വന്നിട്ടുണ്ട്. അത് ജിയോ ബേബിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് ഈ വീഡിയോയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കോളേജിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം ഉണ്ടാകാത്തതാണ് ഇപ്പോൾ ജിയോ ബേബിയെ ചൊടിപ്പിച്ചിട്ടുള്ളത്. സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മളും കോളേജിന്റെ മാനേജ്മെന്റുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇതുവരെയും അവരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. അവരാരും ഫോൺ എടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിൻസിപ്പലിനെ നമ്മൾ വിളിച്ചിരുന്നു. ഒപ്പം തന്നെ MSFുമായി ബന്ധപ്പെട്ട് കോളേജ് യൂണിയനിലെ ചെയർമാനെ ഉൾപ്പെടെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അവരാരും ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവരാരും ഫോൺ എടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ജിയോ ബേബി അറിയിക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ കോളേജിലെ മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുമോ എന്നാണ് നമ്മൾ നോക്കി കാണുന്നതും. സ്മിത, ശരി. കോളേജിൽ അതിഥിയായി വിളിച്ചതിന് ശേഷം പരിപാടി റദ്ദാക്കിയതിൽ പ്രതിഷേധം അറിയിക്കുകയാണ് സംവിധായകൻ ജിയോ ബേബി. കോഴിക്കോട് ഫറൂഖ് കോളേജിലെ ഫിലിം ക്ലബ്ബുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലേക്കാണ്
ഇദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നത്. മാനേജ്മെന്റ് വിശദീകരണം നൽകണമെന്നും നിയമപരമായി തന്നെ നേരിടുമെന്നുമാണ് ഇപ്പോൾ സംവിധായകന്റെ നിലപാട്. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. തട്ടിപ്പിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ. ആരോഗ്യവകുപ്പിന്റെ പേരിൽ നടത്തിയ നിയമന തട്ടിപ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരവിന്ദ് വെട്ടിക്കലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ബെവ്കോയുടെ പേരിലും അരവിന്ദ് സമാനമായ തട്ടിപ്പ് നടത്തി എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രതി നിർമ്മിച്ച വ്യാജ നിയമന ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. ആലപ്പുഴ ചിങ്ങോലി സ്വദേശിനിക്ക് കോട്ടയം ജില്ലാ ആശുപത്രിയിൽ റിസപ്ഷനിസ്റ്റ് തസ്തികയിൽ ജോലിയിൽ പ്രവേശിക്കാനാണ് പ്രതി വ്യാജ നിയമന ഉത്തരവ് നിർമ്മിച്ചു നൽകിയത്. സെഷൻ ഓഫീസറുടെ വ്യാജൊപ്പും ഉത്തരവിൽ ഉപയോഗിച്ചു. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ പരാതിയിലെടുത്ത കേസിൽ വ്യാജരേഖ ചമയ്ക്കലും വഞ്ചനാ കുറ്റവുമാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. യുവതിയുടെ മൊഴിയെടുത്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രതി സമാനമായ രീതിയിൽ ബെവ്കോയിലും തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. മൊബൈൽ ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടിലും അന്വേഷണം തുടങ്ങി. തട്ടിപ്പിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തെളിവ് ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കും. 24 തിരുവനന്തപുരം. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഏറ്റവും പുതിയ വിവരം വരുന്നുണ്ട്. ഈ വാർത്തയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ നടപടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ശ്രീജിത്ത്, തീർച്ചയായും യൂത്ത് കോൺഗ്രസിന് നടപടിയെടുക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ഈ പറയുന്നത് പോലെ സംസ്ഥാന സെക്രട്ടറിയുടെ പോസ്റ്റ്. നമ്മൾ അല്പസമയം മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടക്കം സംസാരിച്ചിരുന്നു. അവരൊക്കെ പറയുന്നത് പാർട്ടിക്കുള്ളിൽ ആലോചിച്ച് ഉടൻ തന്നെ നടപടി എന്നാണ്. രാഹുലിന്റെ അനുയായി എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നത്. പക്ഷേ അത് രാഹുൽ ഗ്രൂപ്പ് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. തങ്ങളുടെ അനുയായി അല്ല ഈ അരവിന്ദ് വെട്ടിക്കൽ എന്നാണ് അവരെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഈ അരവിന്ദ് വെട്ടിക്കൽ ചാണ്ടി ഉമ്മനോടൊപ്പം ചേർന്ന് നിൽക്കുന്നയാളാണ്, ചാണ്ടി ബ്രിഗേഡിന്റെ ആളാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ അവരെല്ലാവരും തന്നെ, ഈ രാഹുൽ ഗ്രൂപ്പുകാരെല്ലാവരും തന്നെ, രാഹുലിന്റെ അനുയായികളെല്ലാവരും തന്നെ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒടുവിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നടപടി വന്നിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു ആഭ്യന്തരമായ പരാതി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ കൈ കഴുകുന്ന ഒരു നിലപാടായിരുന്നു രാവിലെ നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ അവരുടെ നേതാക്കളൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പുറത്തു വന്ന വ്യാജ ഈ നിയമന ഉത്തരവിൽ വളരെ കൃത്യമായ രീതിയിൽ തന്നെ വ്യാജ ഒപ്പും സീലും ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മറ്റു പലതരത്തിലുള്ള ക്രമക്കേടുകളും അതിൽ നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതിൽ ഇയാൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഈ പരാതിക്കാരിയുടെ അടുത്ത ആളുകളുമായൊക്കെ നമുക്ക് സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഈ പണം കൈമാറിയതിനു ശേഷമാണ് ഇത്തരത്തിൽ നിയമന ഉത്തരവ് ലഭിക്കുന്നത്. ഈ പണം കൈമാറുന്നതാകട്ടെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ പരിസരത്ത് വെച്ചാണ് ഇത്തരത്തിൽ പണം കൈമാറുന്നത്. അന്ന് പക്ഷേ അവിടെ കുറേ ആളുകൾ, അതായത് ഏതാണ്ട് ഒരു 15ഓളം ആളുകൾ ഇത്തരത്തിൽ പണം കൈമാറാനുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാവരും തന്നെ ഈ വകുപ്പിലേക്ക്, ആരോഗ്യവകുപ്പിലേക്ക് മാത്രമാണോ എന്ന സംശയം ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട്. ബെവ്കോയുമായി ബന്ധപ്പെട്ടും തട്ടിപ്പ് നടത്തിയെന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. ഈ അരവിന്ദ് വെട്ടിക്കലിന്റെ അടുത്ത ബന്ധുക്കളുമായി അടക്കം നമുക്ക് ഓഫ് ദ റെക്കോർഡ് സംസാരിക്കാൻ കഴിഞ്ഞു. അവരെല്ലാവരും തന്നെ പറയുന്നത് കമ്പ്യൂട്ടർ പരിജ്ഞാനം കാര്യമായി ഇല്ലാത്തയാളാണ് അരവിന്ദ് വെട്ടിക്കൽ. സ്വാഭാവികമായി അയാൾ ഒറ്റയ്ക്കായിരിക്കില്ല ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് അവരുടെ ബന്ധുക്കളൊക്കെ പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണം ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി, അതായത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് പത്തനംതിട്ടയിൽ എത്തിയ ഈ പോലീസ് സംഘം, കണ്ടോൺമെന്റ് പോലീസ് സംഘം ഇയാൾ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിൻ്റെ ഒരു നാൾ വഴി ഇങ്ങനെയാണ്. ഇത്തരത്തിൽ പണം കൈമാറി ഈ സർട്ടിഫിക്കറ്റ്, ഈ പറയുന്ന നിയമന ഉത്തരവ് കയ്യിൽ ലഭിച്ചപ്പോൾ ഈ പരാതിക്കാരിയുടെ ഭർത്താവ് അവിടുത്തെ പൊതുപ്രവർത്തകനായ തൻ്റെ ഒരു സുഹൃത്തിനെ, തിരുവല്ലയിലെ സുഹൃത്തിനെ വിളിച്ച് സംസാരിക്കുന്നു. അയാൾ പക്ഷേ ഇത് ഒരൊറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ അത് വ്യാജമായി നിർമ്മിച്ചതായിരിക്കാം, ഇങ്ങനെ ഒരു നിയമനം നടത്തില്ല, 50,000 രൂപ വാങ്ങിയ ഒരു നിയമനം നടത്തില്ല, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ചോദിക്കില്ല എന്നയാൾ പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ ഓഫീസിൽ, ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഇത് കാണിക്കുന്നത്. അവർക്കാണ് കൃത്യമായി ഇത് ബോധ്യപ്പെട്ടത്, ഇത് ഫേക്കാണ്, ഇത് തട്ടിപ്പാണ് എന്ന് ബോധ്യപ്പെട്ടത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനാണ്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത നിമിഷം തന്നെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ പരാതി കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു, ഇതടക്കം. അതിനുശേഷമാണ് ഈ പരാതിക്കാരിയെ വിളിക്കുകയും അവരുടെ ഫോണിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. എന്തായാലും വിശദമായ മൊഴി രേഖപ്പെടുത്താൻ ഏറ്റവും നിർണായകമായ ബ്രേക്കാണ് 24 ഇപ്പോൾ പുറത്തുവിടുന്നത്.
പറയുന്നത് വിശദമായ മൊഴി രേഖപ്പെടുത്താൻ ഈ പരാതിക്കാരിയെ നാളെ രാവിലെ 10 മണിക്ക് കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പത്തനംതിട്ട സ്വദേശിയാണ് അവർ ആലപ്പുഴയിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് പത്തനംതിട്ടയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. എന്തായാലും നിർണായകമായ വിവരങ്ങൾ ഈ പരാതിക്കാരിയിൽ നിന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് കുറേ ആളുകളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. അതായത് ഇതൊരു വൈഡായ തട്ടിപ്പു സംഘമാണ് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസിന് എന്തായാലും രാഷ്ട്രീയമായി ഈ വിഷയത്തിൽ ഇപ്പോൾ പറഞ്ഞു നിൽക്കാൻ ഒരു നടപടി എടുക്കേണ്ടി വന്നിരിക്കുന്നു. എന്തായാലും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ് ഈ കേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ഇപ്പോൾ നിയമന തട്ടിപ്പു കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച സംഘത്തിനോടൊപ്പം അയാളുമുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ശ്രീകുമാറാണ് വിവരങ്ങളുമായി ചേർന്നത്. പരാതിക്കാരിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻപും സമാനമായ ബെവ്കോയുമായി ബന്ധപ്പെട്ട് സമാനമായ തട്ടിപ്പ് ഇയാൾ നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആരോഗ്യവകുപ്പിന്റെ പേരിൽ നടന്ന നിയമന തട്ടിപ്പ് കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിക്ക് സസ്പെൻഷൻ, അരവിന്ദ് വെട്ടിക്കലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന വാർത്തയും വരുന്നുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി AV ജയശങ്കർ തിരുവനന്തപുരത്തു നിന്നും ചേരുന്നുണ്ട്. ജയശങ്കർ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് ഇടപെട്ട് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കുന്നു. പാർട്ടിക്ക് സംഘടനയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കി എന്ന പേരില്ലല്ലേ? സ്മിത, സംഘടനയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കി ഈ കാരണം കാണിച്ചാണ് അരവിന്ദിനെ സംഘടന സസ്പെൻഡ് ചെയ്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടിടപെട്ടാണ് ഇത്തരത്തിലൊരു സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയത്. ഇത്തരം ഒരു ആരോപണം വന്നതിന് പിന്നാലെ സംഘടനയ്ക്ക് ഇത് വലിയ തരത്തിലുള്ള ചീത്തപ്പേരുണ്ടാക്കിയെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇതുകൊണ്ട് തന്നെയാണ് അന്വേഷണങ്ങളൊന്നും നടത്താതെ അടിയന്തരമായി ഒരു സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കാൻ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത്. സംസ്ഥാന കമ്മിറ്റി യോഗം പോലും ചേർന്നില്ല. സംസ്ഥാനത്തെ പ്രസിഡന്റും ചില വൈസ് പ്രസിഡന്റുമാരും കൂടി ആലോചിച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. എന്തായാലും സംഘടനയുടെ മാനം രക്ഷിക്കുക, വിവാദങ്ങൾ വലിയ തരത്തിൽ തുടരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഈ അരവിന്ദിന്റെ കേസും കൂടി വരുമ്പോൾ അത് സംഘടനയ്ക്ക് കൂടുതൽ പൊതുമധ്യത്തിൽ ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് തിടുക്കപ്പെട്ടൊരു നടപടിയിലേക്ക് യൂത്ത് കോൺഗ്രസ് കടന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് സംബന്ധിച്ച് നിലവിൽ നടപടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് സാങ്കേതികമായി ഒഴിയാം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കണ്ടോൺമെന്റ് പോലീസ് വരും ദിവസങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കും. നമുക്ക് വ്യക്തമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരു അന്വേഷണവും നടത്താൻ സാധ്യതയുണ്ട്. സംഘടനാ തലത്തിൽ ഒരു അന്വേഷണത്തിലേക്കും സംഘടന എന്തായാലും കിടക്കും. എന്തായാലും യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ കൃത്യമായൊരു നടപടി എടുത്തിരിക്കുന്നു. അരവിന്ദിനെ അടിയന്തരമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സ്മിത. ശരി, അരവിന്ദ് വെട്ടിക്കലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് സസ്പെൻഷനാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്, നടപടി ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ അന്വേഷണം പാർട്ടി തലത്തിലും നടത്തും എന്നാണ് AV ജയശങ്കർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുകയാണ്. പരാതിക്കാരിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടാൻ ഒരുങ്ങുകയാണ് പോലീസ് എന്ന വാർത്തയാണ് ശ്രീകുമാരൻ നമുക്ക് നൽകിയത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നെത്തിയത് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ ആരോപണം കടുപ്പിക്കുന്നു. മാധ്യമങ്ങളിലൂടെയല്ല മുഖ്യമന്ത്രി തന്നോട് സംസാരിക്കേണ്ടതെന്നും താനുമായി നേരിട്ട് സംസാരിക്കാൻ തയ്യാറാകണമെന്നും ഗവർണർ. VC പുനർനിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയും അഡ്വക്കേറ്റ് ജനറലും 9 തവണ രാജ്ഭവനിൽ എത്തിയെന്നും ഗവർണർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ സർവകലാശാല നിയമനത്തിൽ സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ സർക്കാർ ഗവർണർ പോര് മുറുകുകയാണ്. സർവകലാശാല VC നിയമനത്തിൽ മുഖ്യമന്ത്രി തന്നെ സമ്മർദ്ദത്തിലാക്കിയെന്ന് ഗവർണർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പുനർനിയമനം ആവശ്യപ്പെട്ട് AG ഉൾപ്പെടെ 9 തവണ രാജ്ഭവനിലെത്തിയെന്നാണ് ഗവർണറുടെ പുതിയ വെളിപ്പെടുത്തൽ. 9 times, including dates, I have got all the record. 9 times the OSD and legal consultant of the Chief Minister have visited Raj Bhavan. And I have admitted it so many times before you that I succumbed to the pressure because of the opinion of the Advocate General. അഡ്വക്കേറ്റ് ജനറലിനെതിരെ നടപടിയില്ലെന്നും വ്യക്തിപരമായി കണക്കു തീർക്കാൻ താനില്ലെന്നും ഗവർണർ പറഞ്ഞു. മാധ്യമങ്ങളിലൂടെയല്ല മുഖ്യമന്ത്രി സംസാരിക്കേണ്ടതെന്നും നേരിട്ട് സംവദിക്കാൻ അദ്ദേഹം തയ്യാറാകണമെന്നും ഗവർണർ വെല്ലുവിളിച്ചു. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. വിവരങ്ങളുമായി അഖിൽ ഷാ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, ഓരോ ഇടവേളകളിലും ഇങ്ങനെ ഗവർണർ സർക്കാർ പോരും മുറുകിക്കൊണ്ടേയിരിക്കുന്നു. സുപ്രീം കോടതിയിൽ പഞ്ചാബ് ഗവർണർക്കെതിരായ ആ ഒരു ഹർജിയിൽ അതിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. അതൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഗവർണർക്ക് എതിരായ ഒരു ആയുധം തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും ഗവർണർ പറയുന്നു സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്, വലിയ സമ്മർദ്ദമാണ് തനിക്കുണ്ടായിരുന്നത്, ആ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഈ കണ്ണൂർ സർവകലാശാല VCയുടെ പുനർനിയമനത്തിൽ തനിക്ക് അങ്ങനെ ഒപ്പിടേണ്ടി വന്നത് എന്ന്
പറയുന്നു. എന്നാൽ സമ്മർദ്ദത്തിന് വഴങ്ങുന്നയാളല്ല താനെന്ന് പലപ്പോഴും ഈ ബില്ലുകളൊക്കെ പിടിച്ചു വയ്ക്കുമ്പോൾ ഗവർണർ പറയുന്നതുമാണ്. ഇന്നിപ്പോൾ ഉണ്ടായ മറ്റ് വെളിപ്പെടുത്തലുകൾ അതെന്തെല്ലാമാണ്? സ്മിത, കണ്ണൂർ സർവകലാശാല VC പുനർനിയമനവുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതി വിധി, ആ വിധിക്ക് പിന്നാലെ വലിയ വിമർശനമാണ് സർക്കാരും അതുപോലെ തന്നെ ഗവർണറും പരസ്പരം ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനമായും അതിൽ ഗവർണർ എടുത്തു പറയുന്നത്, അല്ലെങ്കിൽ ആ ഗവർണർ ആവർത്തിക്കുന്ന ഒരു കാര്യം, ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉൾപ്പെടെ തനിക്ക് വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. ഈ കണ്ണൂർ VC പുനർനിയമനവുമായി ബന്ധപ്പെട്ട് വലിയ സമ്മർദ്ദമാണ് ഗവർണർക്ക് ഉണ്ടായിരുന്നെന്നുള്ള വെളിപ്പെടുത്തൽ അത് ഇന്നും ആവർത്തിച്ചു എന്നുള്ളതാണ്. കൂടുതലായി അദ്ദേഹം ഇന്ന് വെളിപ്പെടുത്തിയ ഒരു കാര്യം, ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രത്യേകിച്ച് ഈ അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ള ആളുകൾ രാജ്ഭവനിലേക്ക് എത്തിയത് 9 തവണയാണ്. എല്ലാം എത്തിയതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ കണ്ണൂർ സർവകലാശാല VCയുടെ പുനർനിയമനവുമായി ബന്ധപ്പെട്ടാണ്. ഈ മുഖ്യമന്ത്രിയുടെ നാട്ടുകാരനാണെന്നുള്ള പരിഗണന ഉൾപ്പെടെ നൽകിക്കൊണ്ടൊരു പുനർനിയമനം കൊടുക്കണം എന്നുള്ളൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് വലിയ സമ്മർദ്ദം തനിക്ക് ഉണ്ടായി. ആ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് തനിക്ക് ഇത്തരത്തിൽ ഈ ഒരു പുനർനിയമനവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അംഗീകാരങ്ങൾ നൽകേണ്ടി വന്നത് എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് ഈ ഘട്ടത്തിൽ ഇന്ന് ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ബില്ലുകളുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒപ്പിടാതെ കിടക്കുന്ന ബില്ലുകളുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയുന്നത് പോലെ തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ വലിയ വിമർശനമാണ് ഗവർണർക്കെതിരെ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ കോടതിയും അക്കാര്യത്തിൽ ചില വിമർശനങ്ങൾ ഗവർണർക്കെതിരെ വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും ഇന്ന് ഗവർണർ വ്യക്തമാക്കിയത്, ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴുള്ള ബില്ലുകളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ബില്ലുകൾക്ക് അടിയന്തര പ്രാധാന്യം ഉണ്ടെങ്കിൽ അത് സർക്കാർ കൃത്യമായി അറിയിക്കണം എന്നുള്ളതാണ് ഗവർണർ ഏറ്റവും പ്രധാനമായും പറയുന്നത്. എന്നാൽ സർക്കാർ അക്കാര്യത്തിൽ ഇതുവരെ കൃത്യമായൊരു മറുപടി ഗവർണർക്ക് നൽകിയതില്ല. ഒപ്പം ഈ മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളിലൂടെ അല്ല തന്നോട് സംവദിക്കേണ്ടത്, നേരിട്ട് സംവദിക്കാൻ തയ്യാറാണ്, അതിന് താൻ ക്ഷണിക്കുകയാണെന്നുള്ളൊരു കാര്യവും ഇന്ന് ഗവർണർ മുഖ്യമന്ത്രി വെല്ലുവിളിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ വിധികൾ, ഈ കോടതി ഇടപെടലിന് ശേഷം ഗവർണറും സർക്കാരും തമ്മിലുള്ളൊരു പോര് അത് വീണ്ടും മുറുകുകയാണ്. സ്മിത, ശരി, സർക്കാരിനെതിരായ ആരോപണം കടുപ്പിക്കുകയാണ് ഗവർണർ വീണ്ടും. അഖിൽ ഷായാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. ജമ്മു കശ്മീരിൽ വാഹനാപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കില്ല. 4 മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ശ്രീനഗറിലെ പോലീസ് കൺട്രോൾ റൂം മോർച്ചറിയിൽ എത്തിച്ചു. എംബാം ചെയ്തതിനു ശേഷം നാളെ രാവിലെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കും. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, നടപടികളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ അത് ഇപ്പോഴും ഉണ്ടോ, അതോ നാളെ രാവിലെ സ്വാഭാവികമായും നാളെ രാവിലെ എത്തിക്കുന്നു അതാണോ? സ്മിത, ഈ ജമ്മു കശ്മീരിലെ അപകടത്തിൽ മരിച്ച 4 മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നത് വേഗത്തിലാക്കാനും ഒപ്പം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് വിദഗ്ധ ചികിത്സ അടക്കം ലഭ്യമാക്കുന്നതിനും ഇതിന്റെ ഏകോപനത്തിനായി ഒരു പ്രത്യേക സംഘത്തേക്ക് സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ഈ സംഘം അവിടെ എത്തി ഈ നടപടികൾ, പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളെ സന്ദർശിക്കുകയും ഡോക്ടർമാരുമായി സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് ഈ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് രാവിലെ മുതൽ 11 മണിയോടെ ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും 4 മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ശ്രീനഗറിലെ പോലീസ് കൺട്രോൾ റൂമിലുള്ള മോർച്ചറിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ വെച്ചായിരിക്കും എംബാമിംഗ് നടപടികൾ പൂർത്തിയാക്കുക. അതേസമയം ശ്രീനഗർ വിമാനത്താവളത്തിൽ വൈകിട്ട് 3 മണിക്ക് ശേഷം പിന്നീട് കാർഗോ വിഭാഗത്തിലുള്ള സർവീസുകൾ ലഭ്യമാകില്ല. ഇതിനെ തുടർന്നാണ് ഇന്ന് മൃതദേഹം കയറ്റി അയക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എംബാമിംഗ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് പൂർത്തിയാക്കിയ ശേഷം നാളെ രാവിലെ ലഭ്യമാകുന്ന ആദ്യ വിമാനത്തിൽ തന്നെ ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മനോജിന്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം തന്നെ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം 72 മണിക്കൂർ ഒബ്സർവേഷൻ വേണം എന്നുമാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ആ സമയം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എന്നാൽ മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ചികിത്സ ഉൾപ്പെടെ ലഭ്യമാക്കിയാൽ മണിക്കൂറുകളിൽ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നത്. പരിക്കേറ്റ മറ്റ് 2 പേർക്കും കാര്യമായ പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് നിലവിൽ ലഭിച്ച വിവരം. സ്മിത, ശരി, ജമ്മുകശ്മീരിൽ മരിച്ച മലയാളികളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുന്നു. ശ്രീനഗറിലെ പോലീസ് കൺട്രോൾ റൂം മോർച്ചറിയിലാണ് ഇപ്പോഴുള്ളത്. മൃതദേഹങ്ങൾ എംബാം ചെയ്തതിനു ശേഷം നാളെ രാവിലെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു. ചുഴലിക്കാറ്റ് കര തൊട്ടു, കാറ്റും കോളും അടങ്ങി, പക്ഷേ ചെന്നൈയിലെ ദുരിതം ഒഴിയുന്നില്ല.
വടക്കൻ തമിഴ്നാട്ടിലും തെക്കൻ ആന്ധ്രയിലും ദുരിതം വിതച്ച മിഗ്ജൌൺ ചുഴലിക്കാറ്റ് ദുർബലമായി. തെക്കൻ ആന്ധ്രാപ്രദേശിലെ ബാപ്പട്ലയ്ക്ക് സമീപം കരതൊട്ട മിഗ്ജൌൺ ചുഴലിക്കാറ്റ് മധ്യ ആന്ധ്ര തീരത്തിന് മുകളിൽ ശക്തി കുറഞ്ഞ ന്യൂനമർദ്ദമായി മാറി. വടക്ക് പടിഞ്ഞാറൻ ബാപ്ട്ലയിൽ നിന്ന് 100 കിലോമീറ്ററും തെക്ക് കിഴക്കൻ ഖമ്മത്ത് നിന്ന് 50 കിലോമീറ്റർ അകലെയുമായി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നു. അടുത്ത 6 മണിക്കൂറിനുള്ളിൽ ചക്രവാത ചുഴിയായി വീണ്ടും ദുർബലമാകും. തെക്കൻ ആന്ധ്രാ തീരത്ത് മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. വടക്കൻ ആന്ധ്രാപ്രദേശിൽ ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുമുണ്ട്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. അലക്സ്, പൊതുവെ ഈ ചുഴലിക്കാറ്റിന്റെ ഒരു ശക്തി കുറഞ്ഞിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെല്ലാമാണ് ഇപ്പോൾ? ചെന്നൈയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കാറ്റും കോളും അടങ്ങിയെങ്കിൽ പോലും ഇപ്പോഴും ദുരിതമൊഴിയുന്നില്ല. വെള്ളക്കെട്ടിന് ശമനമായില്ല എന്നാണ് അവിടെ നിന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ വരുന്നത്. പക്ഷേ മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. അടുത്ത 6 മണിക്കൂറിനുള്ളിൽ കാറ്റ് ചക്രവാത ചുഴിയായി വീണ്ടും ദുർബലമാകുമെന്ന റിപ്പോർട്ടുകളും എത്തുന്നുണ്ട്. തെക്കൻ ആന്ധ്രാ തീരത്ത് മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. വടക്കൻ ആന്ധ്രാപ്രദേശിൽ ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ചെന്നൈയുടെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട്, അതിനെ തുടർന്നുണ്ടായ ദുരിതങ്ങൾ. ഇനിയിപ്പോൾ ആ വെള്ളം ഇറങ്ങണമെങ്കിൽ എത്ര ദിവസം കാത്തിരിക്കണം എന്നുള്ള ആശങ്കയിലാണ് അവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെ. പ്രത്യേകിച്ച് വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന മേഖലയിലെല്ലാം തന്നെ വീട് വിട്ട് മറ്റിടങ്ങളിലേക്ക് മാറേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം ഇനി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ ദിവസങ്ങൾ എടുക്കും എന്നാണ് ആ പ്രദേശത്തുള്ളവർ തന്നെ നമ്മളോട് പറഞ്ഞത്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അലക്സ്, ആദ്യം ഈ ചുഴലിക്കാറ്റിൻ്റെ ഒരു ശക്തി കുറഞ്ഞിരിക്കുന്നു, ദുർബലമായിരിക്കുന്നു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്ന അതേക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ് അലക്സ്? സ്മിത, ഈ വടക്കൻ തമിഴ്നാടിലും ഒപ്പം തെക്കൻ ആന്ധ്രാ തീരത്തും ദുരിതം വിതച്ച ഈ മിഗ്ജൌൺ ചുഴലിക്കാറ്റ് അത് ദുർബലമായിട്ടുണ്ടെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. തെക്കൻ ആന്ധ്രാപ്രദേശിലെ ബാപ്ട്ലയ്ക്ക് സമീപം കരതൊട്ട ഈ മിഗ്ജൌൺ അത് മധ്യ ആന്ധ്രാ തീരത്തിന് മുകളിൽ ശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. അടുത്ത മണിക്കൂറുകളിലും അത് വീണ്ടും ദുർബലമാകും. അത് ന്യൂനമർദ്ദം എന്നുള്ളത് വീണ്ടും ദുർബലമായി ചക്രവാത ചുഴിയായി മാറുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. നിലവിൽ അത് വടക്ക് പടിഞ്ഞാറൻ ബാപ്ട്ലയിൽ നിന്ന് ഏതാണ്ടൊരു 160 കിലോമീറ്ററും അതുപോലെ തെക്കുകിഴക്കൻ ഖമ്മത്ത് നിന്ന് ഏതാണ്ട് 80 കിലോമീറ്റർ അകലെയാണ് അതിന്റെ സ്ഥാനമെന്നറിയുന്നു. ചെറിയ തോതിലുള്ള മഴയ്ക്ക് ആ പ്രദേശത്ത് കാരണമാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ ആന്ധ്രാ തീരത്താണ് കനത്ത മഴ, തീവ്രമഴ പെയ്തതെങ്കിൽ അത്തരത്തിലൊരു തീവ്ര മഴയ്ക്ക് സാധ്യതയില്ല. പകരം വടക്കൻ ആന്ധ്രയിൽ നേരിയ മഴ, ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് പല ജില്ലകളിലും സാധ്യതയുണ്ട് എന്നൊരു പ്രവചനം നിൽക്കുന്നുണ്ട്. അതായത് പറഞ്ഞു വന്നത് മിഗ്ജൌൺ ചുഴലിക്കാറ്റ് ഈ നാശം വിതച്ച് കടന്നുപോയ ചെന്നൈ നഗരത്തെ ആകെ പ്രളയത്തിൽ മുക്കിയ തെക്കൻ ആന്ധ്രാ തീരത്തെ ദുരിതത്തിലാക്കിയ ഈ മിഗ്ജൌൺ ചുഴലിക്കാറ്റ് 4 ദിവസത്തിനു ശേഷം ദുർബലമായിരിക്കുന്നു. സ്മിത, അലക്സ്, ഒരു പ്രളയത്തെ അതിജീവിച്ചവരാണ് നമ്മൾ മലയാളികൾ. അതുകൊണ്ട് തന്നെ അറിയാം ഒരു വീട്ടിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അത് പ്രത്യേകിച്ച് സാധാരണക്കാരെ അത് എത്രത്തോളം ബാധിക്കുമെന്നുള്ളത്. ഇനിയൊരു സാധാരണ നിലയിലേക്ക് ജീവിതം പോകണമെങ്കിൽ വലിയ പ്രതിസന്ധിയുണ്ട്. അതോടൊപ്പം തന്നെയാണ് എന്തെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുണ്ടാകുക. അപ്പോൾ ആ രീതിയിൽ അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ, ഇന്ന് രാവിലെ നമ്മൾ സംസാരിച്ചവരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായത് വീട്ടിലേക്ക് കടക്കാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലാണല്ലോ. സ്മിത, തീർച്ചയായും ഈ ചെന്നൈയിലെ ജനജീവിതം അത് സാധാരണ നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വശമാണ് ചെന്നൈയെ സംബന്ധിച്ച്. കാരണം ഒരു മെട്രോ നഗരമാണ്. അതിങ്ങനെ ജീവിതത്തിന് പുറകെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ്. അവർക്ക് അങ്ങനെ കാത്തു നിൽക്കാൻ സമയമില്ല. പെട്ടെന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയ മേഖലകളിൽ ജനജീവിതം സാധാരണഗതിയിലായി. നിരത്തുകളൊക്കെ സജീവമായിട്ടുണ്ട്. കച്ചവട സ്ഥാപനങ്ങൾ അത് തുറന്നു വരുന്നു. മറ്റ് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തുറന്നു വരുന്നു. ആളുകൾ അവരുടെ ജീവനോപാധി തേടി പോയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ചെന്നൈയിലെ താഴ്ന്ന പ്രദേശങ്ങളെ സംബന്ധിച്ചാണ്. ആ താഴ്ന്ന പ്രദേശങ്ങൾ ഈ തുടർച്ചയായ 3-ാം ദിവസവും വെള്ളത്തിനടിയിലാണെന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ പലയിടങ്ങളിലും പോയി അത് കണ്ടതാണ്. ഈ വില്ലിവാക്കം, ഒട്ടേരി, മടിപ്പാക്കം, പള്ളിക്കരണി, തുറൈപ്പാക്കം തുടങ്ങി ഈ താഴ്ന്ന മേഖലകളിലൊക്കെ വലിയ രീതിയിൽ പ്രളയജലം ഇപ്പോഴുമുണ്ട്. ഇതിലേറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു മേഖലകളിലൊന്ന് ചെന്നൈ നഗരഹൃദയത്തിനുള്ളിൽ തന്നെയുള്ള വേലാച്ചേരിയാണ്. വേലാച്ചേരിയിൽ നമ്മൾ രാവിലെ പോയിരുന്നു. അവിടുത്തെ ആളുകളുടെ ദുരിതം കേട്ടിരുന്നു. ആ മേഖലയ്ക്ക് തൊട്ടടുത്ത്, അതായത് വേലാച്ചേരി പ്രദേശത്ത് തന്നെ വിവിധ സ്ഥലങ്ങളുണ്ട്. റാംനഗറുണ്ട്, അതുപോലെ സാരഥി നഗറുണ്ട്.
ഈ മേഖലയിൽ ആകെ വെള്ളക്കെട്ട് ഇപ്പോഴും രൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് അരയാൾപ്പൊക്കം വെള്ളം പലയിടങ്ങളിലും ഇപ്പോഴും അവശേഷിക്കുന്നു എന്ന് ആളുകൾ പറയുന്നുണ്ട്. ഇതിൽ ആളുകളുടെ ഒരു പ്രതികരണം കേൾക്കുമ്പോൾ സ്മിത നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒന്നല്ല രണ്ട് പ്രളയം 2018-19 പ്രളയം നമ്മൾ കണ്ടതാണ്. ആ പ്രളയത്തെ നമ്മൾ അതിജീവിച്ചത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടതാണ്. ആ ഘട്ടത്തിൽ മറ്റെല്ലാ വിവേചനവും മാറ്റി നിർത്തി നമ്മൾ ഒന്നായി തന്നെ അത് നേരിട്ടതാണ്. ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി അത് ഭരണ സംവിധാനം എന്ന വേർതിരിവില്ലാതെ ജനങ്ങളെന്ന വേർതിരിവില്ലാതെ മലയാളികൾ അതിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു പാഠം നമ്മളെ സംബന്ധിച്ചുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച കൃത്യമായി തന്നെ ഈ ആളുകളെ ഇപ്പോഴും അവർ അകപ്പെട്ടിട്ടുള്ള ഇടങ്ങളിൽ നിന്ന് പുറത്തെത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്ന ദുഃഖകരമായ കാര്യമാണ്. പലയിടങ്ങളിലും ആളുകൾ വീടുകളിൽ അകപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വേലാച്ചേരി മേഖലയിലൊക്കെ റെസ്ക്യൂ ബോട്ടുകൾ അങ്ങനെ അധികം ലഭിക്കുന്നില്ല, സമയബന്ധിതമായി ലഭിക്കുന്നില്ല എന്ന പരാതി അവർ ഉന്നയിക്കുന്നുണ്ട്. അത് ഫയർഫോഴ്സിന്റെ റെസ്ക്യൂ ആവട്ടെ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ റെസ്ക്യൂ ബോട്ടാവട്ടെ, അത് അത്തരത്തിൽ കൃത്യമായി എത്തുന്നില്ല. പലർക്കും ഭക്ഷണ സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, അവിടേക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാനാകുന്നില്ല. ഉടുത്തുമാറാൻ വസ്ത്രമില്ലാതെ പല വീടുകളിലും ആളുകൾ നിൽക്കുന്നുണ്ട്. വളരെ രോഷത്തോടു കൂടിയാണ് ആളുകൾ, ഈ വേലാച്ചേരിയിലെ ജനങ്ങൾ നമ്മളോട് പ്രതികരിച്ചത്. നമ്മൾ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്നാണ് അവർ ചോദിക്കുന്നത്. ഒരുപക്ഷെ അത് ശരിയുമായിരിക്കാം, കാരണം അവർ കഴിഞ്ഞ മണിക്കൂറുകൾ ഇതെല്ലാം അനുഭവിക്കുകയാണ്. വൈദ്യുതി ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്, ഇന്റർനെറ്റ് സൗകര്യമില്ല. ഇക്കാര്യങ്ങൾ പുറത്തേക്ക് പറയാൻ അവർക്ക് മറ്റു സംവിധാനങ്ങളൊന്നും ആ മേഖലയിലുള്ള ആളുകൾക്കില്ല. വലിയ രോഷം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആ ദുരിതത്തിന് ഒരു അറുതി വരുത്തി തരണം എന്നവർ അധികാരികളോട് കിഴഞ്ഞ് അല്ലെങ്കിൽ അപേക്ഷിക്കുന്നത് നമ്മൾ നമ്മുടെ ദൃശ്യങ്ങൾ തന്നെ കണ്ടത്. അത്തരത്തിൽ പലരും നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഈ നിൽക്കുന്ന മേഖലയല്ല, കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയാൽ അയാൾപ്പൊക്കത്തിന് മുകളിൽ അവിടെ പ്രളയജലം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെന്ന് പലരും സങ്കടത്തോടുകൂടെ പറയുന്നുണ്ട്. നമ്മുടെ കൺമുന്നിൽ തന്നെ കണ്ട ഒരു സങ്കടകരമായ കാഴ്ച, ഒരു പ്രായമുള്ള അമ്മയെയും അതുപോലെ അമ്മയുടെ ഒരു ബന്ധു മകനോ മറ്റോ ആണെന്ന് തോന്നുന്നു, അദ്ദേഹം കിടപ്പ് രോഗിയാണ്. അദ്ദേഹത്തെ ഒരു വള്ളത്തിൽ, ഒരു ബോട്ടിൽ കൊണ്ടുവന്ന് ആംബുലൻസിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ആളുകൾ പ്രതികരിക്കുന്ന അങ്ങേയറ്റം വൈകാരികമായി കൂടിയാണ്. അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ അവരെല്ലാം ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അവരെയൊക്കെ പുറത്തെത്തിക്കണം. രക്ഷാപ്രവർത്തനം കൃത്യമായി തന്നെ ഏകോപിപ്പിക്കണമെന്ന് നടത്തണം. കൃത്യമായി രക്ഷാപ്രവർത്തനം നടക്കേണ്ടിയിരിക്കുന്നു. കഷ്ടമാണ് അവരുടെ കാര്യങ്ങൾ. അധികാരികളുടെ ഇടപെടൽ ഉണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഓരോ സംസ്ഥാനത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരൊക്കെ തന്നെ ഇവരെ ഒരുമിച്ച് നിന്ന് സഹായിക്കുന്നു, ഒറ്റക്കെട്ടായി നിന്ന് സഹായിക്കുന്നു. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടക്കേണ്ടതുണ്ട്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ബിഗ് ജോം ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയിൽ ചെന്നൈയിൽ ദുരിതം തുടരുന്നു. വില്ലിവാക്കം സിഡ്കോ നഗറിൽ 24 സംഘമുണ്ട്. രോഗികളെ പുറത്തെത്തിക്കാനുള്ള നടപടികൾ പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. മനേഷ് മൂർത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ഈ വില്ലിഭാഗത്തെ സിഡ്കോ നഗറിലെ 49ാമത്തെ തെരുവിലൊരു വീട്ടിലാണ് നമ്മളോട്. വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ പങ്കുവെക്കാനുള്ളത്. ഇദ്ദേഹം അസുഖബാധിതനായി കഴിഞ്ഞ 3 ദിവസങ്ങളിലായി സമാനമായി ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. താഴെ മുഴുവൻ വെള്ളമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ താഴെ മുഴുവൻ വെള്ളമാണ്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ പോലും ഇതുവരെയും ഉണ്ടായിട്ടില്ല. முந்தானத்து நைட்டு 3 மணிக்கு 1:30 மணிக்கு தண்ணி வந்துச்சு வீட்டில். முந்தா நைட்டு 3 மணிக்கு ஹெல்ப்பு கூட ஆள் இல்லை. இவங்க இப்போ இவங்க மேலே வீட்டில் 2-3 பேரை கூப்பிட்டு அப்படியே தூக்கிட்டு வந்து கட்டில் இருந்தாந்து போட்டு அப்புறம் அவரையும் கொண்டாந்து போட்டு அப்படியே ஒரு மாதிரியா ஆயிட்டார். ഇപ്പോൾ ഈ താമസിക്കുന്ന വീട്, ഇവർ നേരത്തെ മറ്റൊരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ നിന്നുമാണ് മുകളിലേക്ക് അവരെ കൊണ്ടുവരുന്നത്. മുകളിലെ മറ്റൊരാളുടെ വീടിന്റെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ ഇദ്ദേഹത്തെ താമസിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഈ വീടിന്റെ ഒരു അവസ്ഥ ഒന്ന് നോക്കൂ. വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇതൊന്നും തന്നെ അടുത്ത ദിവസങ്ങളിലൊന്നും തന്നെ ഒഴിഞ്ഞു പോകുന്ന നിലയിലല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനേക്കാൾ രൂക്ഷമാണ് മറ്റ് പലരുടെയും അവസ്ഥ എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഉള്ളിലേക്ക്, നമ്മൾ ഈ സിഡ്കോ നഗറിനകത്തേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 49ാമത്തെ ഈ സ്ട്രീറ്റാണ്. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ ഇത്രയധികം ഏറെക്കുറെ 40-ലധികം സ്ട്രീറ്റുകൾ സമാനമായ രീതിയിൽ വെള്ളക്കെട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു നിലയാണ്. எந்த பொருளும் கூட ஒரு பொருள் கூட உதவில்லை. எல்லா பொருளுமே போயிடுச்சு. எல்லாமே தண்ணியில மிதக்குது. குழந்தைங்களை வச்சுட்டு கஷ்டப்பட்டுட்டு இருக்கோம். பக்கத்துல தான் போய் தங்கிட்டு இருக்கிறோம். மேலே சாப்பாடு கிடையாது, தண்ணி இனி ஒரு வசதியும் கிடையாது. പകൽ സമയങ്ങളിൽ അവർ ഇവിടെ വീട്ടിലേക്ക് വരുന്നതാണ്. മറ്റ് സമയങ്ങളിൽ, അതായത് രാത്രികാലങ്ങളിലൊക്കെ ഈ വെള്ളത്തിൽ നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് വലിയ തോതിലുണ്ട്. അങ്ങനെ ഇവർ മറ്റിടങ്ങളിലേക്കൊക്കെ പോയി താമസിച്ച് പകൽ സമയത്താണ് അവർ ഇവിടേക്ക് വരുന്നത്. ஃப்ரிட்ஜு, வாஷிங் மிஷின் எல்லாமே போயிடுச்சு. எதுவுமே கிடையாது. சாப்பிட்ற அரிசி கூட கிடையாது. எங்களுக்கு ட்ரெஸ்லேருந்து எல்லாமே நனைஞ்சு போச்சு. ഈ പറഞ്ഞ രീതിയിൽ ഭക്ഷണ വിതരണമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അതുപോലും ആളുകളെ നോക്കിയാണ് നൽകുന്നത് എന്നൊരു ആരോപണം കൂടി എന്തായാലും ഇവർ ഉന്നയിക്കുന്നുണ്ട്. വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് തന്നെയാണ് ഈ വില്ലിഭാഗത്തെ സിഡ്കോ നഗർ എന്ന് പറയുന്ന മേഖല പോകുന്നത്. അസുഖബാധിതരുണ്ട്, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. ഇവർക്കൊന്നും തന്നെ പുറത്തിറങ്ങാനോ ഒന്നും തന്നെ പറ്റാത്തൊരവസ്ഥയിൽ വീടുകളിലുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ നശിച്ച ഒരു നിലയിലാണുള്ളത്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ അധികാരികളുടെ ശ്രദ്ധ ഇവിടേക്ക് പതിയട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും വില്ലിവാക്കത്ത് സിഡ്കോ നഗറിൽ നിന്ന് ശ്രീകാന്ത് ഗൗരിശപ്പട്ടത്തിനൊപ്പം മനേഷ് മൂർത്തി, 24.
ദുരിത കാഴ്ചകൾ തീരുന്നില്ല. ചെന്നൈ നഗരത്തിൽ മാത്രമല്ല, വെളാച്ചേരി, വില്ലിവാക്കം, മടിപ്പാക്കം, പള്ളിക്കരണി, തുറൈപ്പാക്കം തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിൽ ജനജീവിതം തുടർച്ചയായ മൂന്നാം ദിവസവും വെള്ളക്കെട്ടിൽ തന്നെയാണ്. കഴിക്കാൻ ഭക്ഷണമോ രക്ഷപ്പെടാൻ സമയബന്ധിതമായി ബോട്ടോ ലഭിക്കുന്നില്ലെന്ന് ഇവിടെ എല്ലാവരും തന്നെ പറയുന്നുണ്ട്. മാറാൻ വസ്ത്രം പോലും ഇല്ലാതെ ദുരിതം തുടരുന്നതിൽ വല്ലാത്ത അമർഷവുമുണ്ട് അവർക്ക്. ചെന്നൈയിലെ പൊതുനിരത്തുകൾ സജീവമായി. വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ ആരംഭിച്ചു. വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്നു. അപ്പോഴും മഴക്കെടുതിയിൽ നിന്നും മുക്തമാകാതെ വലിയൊരു വിഭാഗം ജനം നഗരഹൃദയത്തിലുണ്ട്. പ്രളയജലം ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ച വേലാച്ചേരിയിൽ തുടർച്ചയായ മൂന്നാം ദിവസവും ജനങ്ങൾ വെള്ളത്തിൽ തന്നെ. രാംനഗർ, സാരഥി നഗർ തുടങ്ങി വേലാച്ചേരിയിലാകെ ഇപ്പോഴും അകപ്പെട്ടിട്ടുള്ളത് നൂറുകണക്കിന് ആളുകൾ. പ്രായമായവർ, കുട്ടികൾ, കിടപ്പ് രോഗികളൊക്കെയുണ്ട് അക്കൂട്ടത്തിൽ. പലയിടത്തും അരയാൾപ്പൊക്കം വെള്ളം ഇപ്പോഴുമുണ്ട്. ഭക്ഷണമില്ല, വൈദ്യുതിയില്ല. രക്ഷാപ്രവർത്തനം നടത്തി ജനങ്ങളെ പുറത്തെത്തിക്കാൻ കൃത്യമായി ബോട്ടുകൾ പോലും ലഭിക്കുന്നില്ലെന്ന് അവർ പറയുന്നു. நாங்களாம் எவ்வளோ வலி வேதனையோடு நாங்கள் வந்திருக்கோம். குழந்தைங்களோட கூட்டிக்கிட்டு எங்கள் வீட்டுக்கு கால் நடக்க முடியாது. ஸ்டிக்கு பிடிச்சிட்டு நாங்கள் இட்டுன்னு வந்து பழத்தில் நாங்கள் அவ்வளோ அழுவாத குறையாக நாங்கள் வந்து உட்காந்துருக்கோம். ரோட்டில் உட்காந்துட்டு குழந்தைங்களை வச்சு உட்காந்துக்கிறோம். எதுவுமே அங்கே வழி ஸ்டெப் பண்ணுறோம். அத்தியாவசிய பால் இல்லை, தண்ணி இல்லை. என்ன செய்யணும்? குழந்தைங்க, வயசானவங்க இருக்காங்க, மருந்து சாப்பிட்றவங்க. நான் சுகர் பேஷண்ட்டு. நான் மாத்திரை இல்லாமல் சாப்பாடு இல்லாமல் மருந்து சாப்பிட்டேன்னு வச்சுங்க, நாளைக்கு ஏதாச்சும் ஆயிடுச்சுனாக்கா எதுவுமே இல்லை. கரண்ட் இல்லை, நெட்வொர்க் இல்லை, எதுவுமே இல்லை. வி ஆர் சஃபரிங் வெரி மச். ஏன் இப்படி இருக்குன்னு தெரியல. വില്ലിവാക്കം, ഒട്ടേരി, മടിപ്പാക്കം, പള്ളിക്കരണി, തുറൈപ്പാക്കം തുടങ്ങി താഴ്ന്ന മേഖലകളിൽ സ്ഥിതി സമാനം. ചെമ്പ്രപ്പക്കം ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നതിന്റെ ദുരിതത്തിലാണ് അടയാർ നദിക്ക് കരയിൽ താമസിക്കുന്ന സൈതാർപേട്ട നിവാസികൾ. வீடு ஃபுல்லாக பொருள் எல்லாமே போயிடுச்சு. எந்த பொருளுமே கிடையாது. நாங்கள் எதுவுமே எடுக்கல. வெறும் சர்டிஃபிகேட்டு அந்த மாதிரி தான். அதே மாதிரி சில பேர் எடுத்திருப்பாங்க, சில பேர் எடுத்துருக்காம கொடுப்பாங்க. ஏன்னா அலௌன்ஸ்மெண்ட் பண்ண தானே எங்களுக்கு தெரியும். ஸோ அதனால் எங்கள் எதுவுமே எடுக்கல சார். அங்கே வந்து മഴ വിട്ടൊഴിഞ്ഞ ചെന്നൈയിലെ യഥാർത്ഥ ചിത്രം ഇതാണ്. ഒരു വശത്ത് ജനജീവിതം സാധാരണഗതിയിൽ, മറുവശത്ത് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. സെയ്താർപേട്ട് നിന്നും ക്യാമറാമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനും സതീഷിനുമൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24. ജമ്മുകശ്മീർ സംബന്ധിച്ച ബില്ലുകളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയുന്നതിനിടെ ലോക്സഭയിൽ ബഹളം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് മറുപടി തടസ്സപ്പെട്ടു. ജമ്മുകശ്മീരിന് പ്രത്യേക അധികാരം നൽകിയ ജവഹർലാൽ നെഹ്റുവിൻ്റേത് ചരിത്രപരമായ മണ്ടത്തരം എന്ന പരാമർശത്തെ തുടർന്നാണ് ബഹളമുണ്ടായത്. 2024 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും 2026 ജമ്മുകശ്മീരിലെ ഭീകരവാദം അവസാനിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. नेहरू के समय में जो ब्लंडर हुआ था, इसके कारण कश्मीर को भुगतना पड़ा कि दो बड़ी गलतियां जो पंडित जवाहरलाल नेहरू के प्रधानमंत्री काल में हुई, उनके लिए गए निर्णयों से हुई. इसके कारण सालों तक कश्मीर ने सहन करना पड़ा. एक सबसे बड़ी गलती, जब हमारी सेना जीत रही थी, पंजाब का एरिया आते ही सीज फायर कर दिया गया और पाक ऑक्यूपाई कश्मीर का जन्म हुआ. अगर सीज फायर 3 दिन लेट होता तो पाक ऑक्यूपाई कश्मीर आज भारत का हिस्सा. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിവരങ്ങളുമായി അമിത്ഷാ പറഞ്ഞത് കേന്ദ്ര സർക്കാർ തുടരും, ഇനിയും അധികാരത്തിലെത്തും. അതോടൊപ്പം തന്നെ വലിയ വിമർശനം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചർച്ചകൾക്കിടയിൽ ഉണ്ടായപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധം കണ്ടതാണ്. അവിടെയും വിവാദപരമായ പല വിമർശനങ്ങളും ഉണ്ടാകുന്നതും കണ്ടതാണ്. പക്ഷേ ഇന്നിപ്പോൾ മറുപടി പറയുമ്പോഴും അത്തരത്തിൽ വിവാദം ഉണ്ടാകുന്നു. പ്രതിപക്ഷം വലിയ ബഹളത്തിലേക്ക് കടക്കുന്നു. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള, വെടിനിർത്തലിനെ കുറിച്ചുള്ള പരാമർശമാണ് വലിയ പ്രതിഷേധത്തിലേക്ക് പോയതല്ലേ? ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ടുകളുമായി ചേരുന്നത് നമുക്കൊപ്പം. ബൽറാം, കേൾക്കാമെങ്കിൽ. സ്മിത, തീർച്ചയായും കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കശ്മീർ സംബന്ധിച്ച 2 ബില്ലുകൾ അവതരിപ്പിച്ച് അതിൽ ചർച്ചകൾ നടന്നിരുന്നു. ഇന്ന് ഈ ചർച്ചകൾ അവസാനിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും അവസാനമായി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ സഭാകക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരി ഈ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം
ഈ സർക്കാരിനെ ഈ ജമ്മു കശ്മീരുമായി ബന്ധപ്പെട്ട് നെഹ്റുവിന്റെ നയങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വെല്ലുവിളിക്കുകയായിരുന്നു. അത് ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആഭ്യന്തരമന്ത്രി അറിയിച്ചു. തുടർന്ന് മറുപടി പറയുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഈ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വിഭജന കാലഘട്ടത്തിൽ ഉണ്ടായ നടപടികൾ, വെടിനിർത്തലിന് നെഹ്റു എടുത്ത തീരുമാനം, അത് നെഹ്റു എടുത്ത മണ്ടത്തരമാണ് ഇത്തരത്തിലൊരു പാക് അധീന കശ്മീരിന് വഴിവെച്ചത് എന്ന പരാമർശം നടത്തി. ഇതാണ് ബഹളത്തിനിടയാക്കിയത്. പിന്നീട് അദ്ദേഹം മറുപടി തുടരുകയായിരുന്നു. പ്രധാനമായും ഈ പുതിയ ബില്ലുകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും അദ്ദേഹം ഈ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. പാക് അധീന കശ്മീരിലെ 24 സീറ്റുകൾ മാറ്റിവെച്ചതായി ആഭ്യന്തരമന്ത്രി അറിയിച്ചു. അത് പാക് അധീന കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് നേരത്തെ തന്നെ ഈ അനുച്ഛേദം 370 റദ്ദാക്കിയ ഘട്ടത്തിൽ തന്നെ ആഭ്യന്തരമന്ത്രി അറിയിച്ചിരുന്നു. കൂടാതെ ജമ്മു കശ്മീരിൽ നിന്നും മറ്റിടങ്ങളിലേക്ക് കുടിയേറിയ ആളുകൾക്കായി ഒരു വനിതയ്ക്ക് ഒരു സീറ്റ് അടക്കം 2 സീറ്റുകൾ മാറ്റിവെക്കും എന്നും പാക് അധീന കശ്മീരിൽ നിന്നും ഇന്ത്യയിൽ അഭയം തേടിയെത്തിയ അല്ലെങ്കിൽ കശ്മീരിൽ അഭയം എത്തിയവർക്ക് ഒരു സീറ്റ് നാമനിർദ്ദേശം ചെയ്യും എന്നും ആഭ്യന്തരമന്ത്രി അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ജമ്മു കശ്മീർ 2024 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള തുടർ ഭരണം ലഭിക്കും എന്നും 2026 ജമ്മു കശ്മീരിലെ ഭീകരവാദം അവസാനിപ്പിക്കും എന്നുമാണ് ആഭ്യന്തരമന്ത്രി അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ അനുച്ഛേദം 370 റദ്ദാക്കിയതിനു ശേഷം ഈ കശ്മീരിലുണ്ടായ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ കണക്കുകളും അതിലുണ്ടായ കുറവും കണക്കുകൾ നിരത്തിയാണ് ആഭ്യന്തരമന്ത്രി എടുത്തു പറഞ്ഞത്. ഈ നെഹ്റുവിനെതിരായി 4 തവണയാണ് പരാമർശങ്ങൾ നടത്തിയത്. ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കടുത്ത പ്രതിഷേധം ഉയർന്നു. സ്മിത. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. കോടതികളിൽ RSS റിക്രൂട്ട്മെന്റ് എന്ന CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശം വിവാദത്തിൽ. ജുഡീഷ്യറിയെ വിമർശിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോടതികളിൽ RSS റിക്രൂട്ട്മെന്റ് നടക്കുന്നു എന്നാണ് വിമർശനം. സംഘപരിവാർ കോമരമായി പ്രവർത്തിക്കുന്നവരെ ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും എടുക്കുന്നു എന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ജുഡീഷ്യറിയുടെ മഹിമ അധികകാലം നിലനിൽക്കില്ലെന്നതിൽ സംശയം വേണ്ടെന്നും പരാമർശം. കണ്ണൂരിലെ കതിരൂർ സഹകരണ ബാങ്ക് പരിപാടിയിൽ സംസാരിക്കവെയാണ് ജുഡീഷ്യറിക്കെതിരായ MV ഗോവിന്ദന്റെ വിമർശനം. സുപ്രീം കോടതി റിക്രൂട്ട്മെന്റ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കണം. ആരാ ABVPയുടെയും കോൺഗ്രസ് RSSന്റെയും സംഘപരിവാർ വിഭാഗത്തിന്റെയും കോമരമായി പ്രവർത്തിക്കുന്ന ആളുകളെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എടുക്കുകയാണ്. എത്ര കൊല്ലം ഇന്ന് നിലനിൽക്കുന്ന ജനാധിപത്യത്തിന്റെ ജുഡീഷ്യറിയുടെ ആ മഹിമ നിലനിൽക്കും? ഒരു സംശയവും വേണ്ട, നിലനിൽക്കില്ല. ഭരണഘടനാ സംവിധാനങ്ങളെ മുഴുവൻ കാവ്യവൽക്കരിക്കാൻ കേന്ദ്ര ശ്രമമെന്ന് മന്ത്രി MB രാജേഷ്. വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നുണ്ട്, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ കൂടി ഭാഗമായിട്ടല്ലേ കേരളത്തിലെ സെനറ്റിലും അതുപോലെ തന്നെ സർവകലാശാല സമിതികളിലുമെല്ലാം ഗവർണർ RSSകാരെ നിയമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗവർണർക്ക് എവിടുന്നാണ് ഈ പട്ടിക കിട്ടുന്നത്? MB ഗോവിന്ദന്റെ പ്രതികരണം വസ്തുതയെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ അഭിപ്രായ പ്രകടനം ആക്ഷേപമല്ല, വസ്തുതയാണ്. ആ വസ്തുതയെക്കുറിച്ച് ജനാധിപത്യ മൂല്യബോധം ഉയർത്തിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പൊതുസമൂഹം ഗൗരവത്തിൽ പരിഗണിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കേന്ദ്ര സർക്കാരിനെതിരായ രാഷ്ട്രീയ വിമർശനങ്ങൾ ആവർത്തിക്കവെയാണ് MB ഗോവിന്ദന്റെ ജുഡീഷ്യറിക്കെതിരായ പരാമർശം. 24 കണ്ണൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.